ഹേ മച്ചന്മാരെ അങ്ങനെ എല്ലാവരും കാത്തിട്ട് നമ്മുടെ ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ ആഡാക്കാൻ പോകുന്നുണ്ട്. ഈ ഇന്നോവ കാറിനെ ആഡാക്കാൻ വേണ്ടിയിട്ടുള്ള ഷിപ്പ് കോഡും കാര്യങ്ങളും എന്താണ്, ഇത് എപ്പോഴാണ് കിട്ടുന്നത്, നിങ്ങളുടെ ഗെയിമിലേക്ക് എപ്പോഴാണ് ആഡാക്കുന്നത് എന്നീ വീഡിയോ കൊടുത്ത ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് GTA 5 കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ നാളുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട് GTA 5 വരാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോ കൊടുത്ത ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതും, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത്, ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ഇന്ന് ആഡ് ചെയ്യാൻ പറ്റുന്നതും കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഇന്ത്യൻ ഫ്ലാഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഇന്ത്യൻ ഫ്ലാഗും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യുന്നത്, ഇത് ഇനേബിൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഓൺ ആക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ കിട്ടുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ പറഞ്ഞത്. ആദ്യം തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗെയിമിലേക്ക് വരുന്നത് വെച്ചാൽ നമ്മുടെ ബിഗ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നെക്സ്റ്റ് മന്ത് അപ്ഡേറ്റിൻ്റെ അകത്തായിരിക്കും നമുക്ക് ഈ ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത്. അപ്പം അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് തുങ് സഫൂറും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. കുറേ പേരുടെ കമൻ്റ് അത് തുങ് സഫൂറും ട്രക്കും കാര്യങ്ങളൊന്നും ആഡാകുന്നില്ല, ലിങ്ക് വർക്കാവുന്നില്ല, ലിങ്ക് കിട്ടുന്നില്ല എന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നത്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പം ആദ്യം തുടക്കാൻ പോകുന്നത്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ലിങ്കും കാര്യങ്ങളൊക്കെ പുതിയത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ആ പുതിയ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ആ ലിങ്കും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അവിടെ നിന്ന് എടുക്കേണ്ടതാണ്. അവിടെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് തന്നെ ഡൗൺലോഡിൻ്റെ ഓപ്ഷനിൽ പോകുന്നതായിരിക്കും. നേരെ നമ്മൾ ഗൂഗിൾ ഡ്രൈവിൻ്റെ ഡൗൺലോഡ് ഓപ്ഷനിൽ പോകും. അവിടെ ചെന്ന് നിങ്ങൾക്ക് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴും പറയുന്നവർ തന്നെ പഴയ ഫയലും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പുതിയ ഫയൽ എടുക്കാവുള്ളൂ. എന്നാലേ നിങ്ങൾക്കത് കിട്ടത്തുള്ളൂ, പുതിയത് നിങ്ങൾക്ക് വർക്ക് ആവത്തുള്ളൂ ഗെയിമിലോട്ട്. അപ്പോൾ പുതിയത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗെയിമിൻ്റെ അകത്ത് കയറേണ്ടതാണ്. ഗെയിമിൻ്റെ അകത്ത് കയറിയതിന് ശേഷം RGS മെനു എടുക്കണം. ഫോൺ എടുത്തതിന് ശേഷം അതിൻ്റെ RGS മെനു ഉണ്ട്. RGS മെനു എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ആണെങ്കിൽ ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ലോഡ് ക്ലിക്ക് ചെയ്തതിന് നിങ്ങളുടെ ഫയൽ മാനേജറിലോട്ട് പോകും. അവിടെ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ആ ലിങ്ക് ഇട്ടേക്കുന്നത് നിങ്ങൾ ആദ്യം നോക്കേണ്ടതാണ്. അപ്പോൾ ഫയൽ മാനേജറിനകത്ത് ഡൗൺലോഡ്സിൻ്റെ അകത്തായിരിക്കും ചിലപ്പോൾ ലിങ്ക് കിടക്കുന്നത്, അല്ലെങ്കിൽ ഫോണിൻ്റെ അകത്തായിരിക്കും എന്ന് വെച്ചാൽ ഫയൽസിൻ്റെ എല്ലാത്തിൻ്റെ ഐഡിയിലായിരിക്കും കിടക്കുന്നത്. അപ്പം അതെല്ലാം നിങ്ങളൊന്ന് നോക്കേണ്ടതാണ്. ഒന്ന് തപ്പി നോക്കി നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഗെയിമിൽ കയറി ലോഡ് കൊടുത്ത് ആഡ് ചെയ്യാവുള്ളൂ. അപ്പം ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ട്രക്ക് ആഡ് ചെയ്തു, തുങ് സഫൂർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും വർക്കാവുന്നുണ്ട്. ഇത് മാത്രമല്ല, നമുക്കാണെങ്കിൽ പിന്നെ പങ്കിങ് മാൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രീമിയർ ഉണ്ട്, ഗോസ്റ്റ് ഡാൻസിങ് ഉണ്ട്, തുങ് സഫൂർ ഉണ്ട്, ട്രാക്ടർ ഉണ്ട്, ഹണ്ടർ ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ എക്സ്പയർഡ് ആകും. ഒരു സമയം കഴിയുമ്പോൾ ഇതിൻ്റെ എക്സ്പയർഡും കാര്യങ്ങളൊക്കെ ആകുന്ന ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മളിപ്പോൾ ഫിക്സ് ചെയ്ത് പുതിയ ലിങ്ക് റീഫ്രഷ് ചെയ്ത് നമ്മളാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായിട്ട് ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ പറഞ്ഞ് ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു കുറച്ച് മുമ്പായിട്ട്. നമ്മുടെ നെക്സ്റ്റ് മന്ത് ഇപ്പം ഇനി നാളെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് മന്താണ് നമുക്കിത് കിട്ടാൻ പോകുന്നത്. അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴാണ്, ഈ അപ്ഡേറ്റും കാര്യങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ. നമുക്കാണെങ്കിൽ വണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് ബീറ്റ വെർഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കളറും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നേരത്തെ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇന്നോവ കാറിനകത്ത് നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കുമ്പോൾ ഭയങ്കര പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇന്നോവ കാറിൽ ഏത് കളറാണ് നിങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടം, അതുപോലെ തന്നെ ഏത് കളറിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കൊടുത്തു. ഇനി പച്ച കൊടുക്കുന്നതാണ്. നമ്മുടെ ലംബോർഗിനിയുടെ പച്ചയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട 3 കളറും കാര്യങ്ങളൊക്കെ ഇതാണ്: ബ്ലാക്ക്, വൈറ്റ്, പച്ച. ഇത് 3ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട കളറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നോവ കാറിൽ ഏത് കളറും കാര്യങ്ങളും വെച്ചാണ് കൊടുത്തിട്ട് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങളൊന്ന് ചെയ്യേണ്ടതാണ്. അപ്പോൾ എനിക്ക് ഈ 3 കളറും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ RGB കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തായിരുന്നു. ഈ കാണാൻ പറ്റുന്ന RGB കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പം നമുക്ക് കുറച്ച് വ്യത്യാസമായിട്ടുള്ള രീതിയിലൊക്കെ മൾട്ടി കളറുള്ള രീതിയിലൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇതും കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് മറ്റേതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയാം. കാരണം നിങ്ങൾക്ക് ഏത് കളറും കാര്യങ്ങളൊക്കെയാണ് ഈ
ഇന്നോവ കാറിൽ ആഡ് ചെയ്ത് ഓടിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കുറേ പേര് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു ഇന്നോവ കാർ വരുമോ കിട്ടുമോ എന്നൊക്കെ കുറേ പേര് കമൻറ്റ് കാര്യങ്ങൾ ചെയ്തായിരുന്നു. ഞാനപ്പോൾ അവരോട് പറഞ്ഞു നെക്സ്റ്റ് അപ്ഡേറ്റിൽ വരും എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് കൺഫേം ആയിട്ട് ഡെവലപ്പർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ മേജർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് തന്നെയാണ് ഉറപ്പാണ്. കൺഫേം ആയിട്ട് നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് നിങ്ങളോട് ഞാൻ ഇന്ന് വന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഇന്നോവ കാറിൻ്റെ കളറും കാര്യങ്ങളും ചേഞ്ച് ആവുന്ന രീതിയിൽ കാണിച്ചത്. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടെ നമുക്ക് മോഡിഫിക്കേഷൻ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ലാസ്റ്റ് പറഞ്ഞു തരാം ഫീച്ചറും കാര്യങ്ങളും. അതുപോലെ തന്നെ എല്ലാവരും കാത്തിരുന്നത് നമ്മുടെ GTA 5 മോഡിൻ്റെ കാര്യമാണ് എല്ലാവർക്കും അറിയേണ്ടത്. അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങൾ എന്തായെന്നാണ് കുറേ പേർക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി കുറേ അന്വേഷിച്ചിട്ടാണ് നമുക്കിപ്പോൾ കുറച്ചൊരു അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടി. കുറച്ച് അപ്ഡേറ്റ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഈ GTA 5 മോഡും കാര്യങ്ങളൊക്കെ വരും. അത് കൺഫേം ആണ്. അപ്പം അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട അത് വരുമോ ഇല്ലയോ എന്ന്. പക്ഷേ അതിന് കുറച്ച് ഡിലേ കാര്യങ്ങൾ എടുക്കുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത്. അപ്പം ആ ഡിലേ എടുക്കുന്നതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്ചർ ഇഷ്യൂ ആണ് നമുക്ക് മെയിൻലി വരാൻ. കാരണം ടെക്സ്ചർ ഇഷ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്കുണ്ടായിരിക്കും ഇത്രയും വന്നില്ല ഇത്രയെങ്കിലും ആഡ് ചെയ്ത് തരാമെന്നുണ്ടായിരിക്കും. പക്ഷേ ഇത്രയും ആഡ് ചെയ്താലും വളരെ ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്പെക്കിന് ചിലപ്പം ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്കും. കാരണം ഞാനിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല റാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് തന്നെ എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ചിലയിടത്തൊന്നും ടെക്സ്റ്ററൊന്നും കാണുന്നില്ല. ടെക്സ്റ്റൊക്കെ ലോഡാകാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടു ഞാനിപ്പോൾ ഇവിടെ അടുത്തെത്തിയപ്പോഴാണ് ലോഡും കാര്യങ്ങളാകുന്നത്. അതുപോലെ തന്നെ ചിലതൊക്കെ കുഴി പോലെ ആകാശം പോലെ ആയിരിക്കും എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെവലപ്പറിന് കുറച്ച് ടൈം കൂടെ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പം എന്തായാലും അത് ഫിക്സും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ വരുന്ന മേജർ അപ്ഡേറ്റിലേക്ക് എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇത്രയും കമൻസും കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രം ഈ ആഡ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ അത് എന്തായാലും തരായിരിക്കത്തില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ മൊത്തം സ്കൈയും കാര്യങ്ങളൊക്കെയാണ്. ടെക്സ്റ്ററൊന്നും ആഡ് ആയിട്ടില്ല. കുറച്ചുകൂടി ഇനി ആഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്യേണ്ടതൊക്കെ വരേണ്ടതാണ്. കാരണം ഇത്രയും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഇനിയും കുറേ ആഡ് ചെയ്യാനുള്ളതുകൊണ്ടാണ് ഇത്രയും ലോഡും കാര്യങ്ങളും എടുക്കുന്നത് ഇത്രയും സമയം എടുക്കുന്നത്. ബാക്കി അങ്ങോട്ടൊന്നും പണിഞ്ഞിട്ടില്ല. പണിയാൻ ഇനിയും കിടപ്പുണ്ട്. കാരണം GTA 5 എന്ന് പറയുമ്പം ഇത്രയും നിസാരം പറ്റ ഒരു ചെറിയ സിറ്റി കാര്യങ്ങളല്ല GTA 5 എന്ന് പറയുമ്പം. അതിൻ്റെ അകത്ത് ഇനിയും ഇഷ്ടംപോലെ ഐറ്റംസ് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിനകത്ത് കയറിയപ്പോൾ GTA 5 സിറ്റിയുടെ മാപ്പ് ഒന്ന് എടുത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇത്രയും മാത്രമല്ല, ഇത് ജസ്റ്റ് ഒരു സിറ്റിയുടെ ചെറിയൊരു പാർട്ട് മാത്രം വന്നിട്ടുള്ളൂ. അപ്പം അതിനകത്ത് തന്നെ ആ പാർട്ടിൽ തന്നെ നമുക്ക് ഇത്രയും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഇനിയും കൊടുക്കാൻ ഇനിയുമുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെവലപ്പർ കുറച്ച് സമയം കൂടി കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം അതെന്തായാലും ആ ഒരു ടൈം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫില്ലപ്പ് ചെയ്തിട്ട് നമുക്ക് ബഗ്ഗില്ലാതെ കളിക്കാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വല്ല വണ്ടി ഓടിച്ച് വല്ലതും തട്ടി മുട്ടി ചെയ്ത് ആകാശത്തോട് വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വീഴുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വേറെ ഒന്നും ചെയ്യാനേ പറ്റത്തില്ല. അപ്പോൾ അവിടെ നിന്ന് ചിലപ്പം ഡെഡ് ആവുമായിരിക്കും, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ നിന്ന് സ്റ്റക്ക് ആവുമായിരിക്കും. അപ്പോൾ നിങ്ങൾ പിന്നെ ഗെയിം ബാക്ക് ചെയ്ത് ഗെയിം റീഫ്രഷ് ചെയ്ത് പിന്നെയും ഗെയിമിൽ കയറി ലിങ്ക് സെലക്ട് ചെയ്ത് എടുക്കേണ്ടി വരും. നമ്മൾ GTA 5 ലിങ്കും കാര്യങ്ങളും എടുക്കുന്ന RGS മെനു വെച്ചിട്ടാണ് ഇപ്പോഴത്തെ രീതിയിൽ വെച്ചിട്ട് ഞാനത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് RGS മെനുവിൻ്റെ അകത്ത് ലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ GTA 5 എന്ന് പറഞ്ഞാൽ GTA5.glb എന്ന് പറഞ്ഞ സാധനം കാര്യങ്ങൾ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗെയിം ക്രാഷായിട്ട് ഗെയിം റീസ്റ്റാർട്ടായിട്ട് പിന്നെ ഓൺ ആവുന്നതായിരിക്കും. അങ്ങനെ ഓൺ ആവുന്നതിന് ശേഷം നമ്മൾ നേരെ വരുന്ന ഫ്രാങ്കിളിൻ്റെ വീട്ടിലേക്കായിരിക്കും വരുന്നത്. അവിടെ നിന്നായിരിക്കും പിന്നെ നമ്മൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതാണ് മെയിൻലി ഇഷ്യൂ വരുന്നത്. കാരണം വെച്ചാൽ നമ്മളിപ്പം ഒരിടത്തു നിന്ന് ഡെഡായി കഴിഞ്ഞാൽ തിരിച്ച് അവിടെ തന്നെ വരത്തില്ല. നമ്മൾ എവിടെ നിന്നാണ് സ്പോൺ ആയത് അവിടെ തന്നെ തിരിച്ചു വരത്തുള്ളൂ. അതാണ് ഇതിനകത്തുള്ള പ്രശ്നം. അപ്പം അതുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണോ ഡെഡാവുന്നത് അവിടെ തന്നെ തിരിച്ചെത്താൻ വേണ്ടിയിട്ടും അതൊരു ചെറിയൊരു ഫീച്ചർ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഡെവലപ്പർ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ കാർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, NPC പ്ലെയറിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാഫിക് റൂൾസ് കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ടെക്സ്റ്റർ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്പോണിങ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് നല്ല ടൈമും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ടൈം എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾക്ക് എന്തായാലും പകുതി പോർഷൻ എന്തായാലും ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എത്രത്തോളം ശതമാനം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, 100% എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും മാപ്പ് മതി എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതോടൊന്ന് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഡെവലപ്പറിനോട് സംസാരിച്ച് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഡെവലപ്പർ എന്താണ് അതിന് റെസ്പോണ്ട് കാര്യങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ അത് നമ്മൾ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഫ്ലാഗും കാര്യങ്ങൾ
കാര്യങ്ങളും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ഫ്ലാഗും കാര്യങ്ങളും എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് എടുക്കുന്നതും ഇതെങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗെയിമിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്ലാഗാണ്, നമുക്ക് പല കൺട്രിയുടെ ഫ്ലാഗും കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലാഗ് ഏതാണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പം ഇന്ത്യ ആകാം, അമേരിക്കയാകാം, വേറെ ഏത് കൺട്രി, ചൈനയാകാം, കൊറിയനാകാം, റഷ്യനാകാം. അപ്പം ഏത് ഏത് കൺട്രിയുടെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലാഗും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങൾ ചെയ്യണം. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്, വേറൊന്നും കൊണ്ടല്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൺട്രിയുടെ ഫ്ലാഗും കാര്യങ്ങളുടെയൊക്കെ ഒന്ന് കമൻറ്റും കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റിക്കറായിട്ട് ഇടാൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്ലാഗും കാര്യങ്ങളും കിട്ടുന്നതിന് കൂടെ തന്നെ നമുക്കാണെങ്കിൽ നമ്മുടെ ടി വിയുടെ സെക്ഷനും കാര്യങ്ങളും കിട്ടാൻ പോകുന്നുണ്ട്. ടി വിക്കകത്ത് നമ്മൾ RG സ്റ്റൂൾ എടുക്കണം. എന്നിട്ട് അവിടെ ടി വിയിൽ നിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഫയൽസും കാര്യങ്ങളും ആഡ് ചെയ്യാൻ പറ്റും. അവിടെ ഫോട്ടോസാണ് ഇപ്പോൾ ആഡ് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എൻ്റെ ഗാലറി കിടപ്പുണ്ടായിരുന്നു. ഞാനപ്പോൾ ഓരോ ഫോട്ടോസും കാര്യങ്ങളും കയറി ആഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ആഡ് ആകുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ അതിൻ്റെ അകത്ത് കയറി ആഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ടി വിക്ക് ഒരു ഫീച്ചറും കാര്യങ്ങളും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ. അതാണ് ഇപ്പോൾ ആഡിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ആഡിങ് ഓപ്ഷൻ വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് അടുത്ത മാസം, ഈ മാസം വരുന്ന മാസമല്ല, ഈ വരുന്നതിൻ്റെ അടുത്ത മാസം നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ടി വി വർക്ക് ചെയ്യുന്ന രീതിയിലാക്കാവുന്ന രീതിയിൽ നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം അതിൻ്റെ ഫസ്റ്റ് ട്രയലും കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്ത് നോക്കിയത്. ഫോട്ടോ കാര്യങ്ങളൊക്കെ ആഡ് ആകാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഫ്ലാഗും കാര്യങ്ങളും എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. RG സ്റ്റൂൾ എടുക്കണം. അതിൻ്റെ ഫ്ലാഗ് ഓണ്, ഫ്ലാഗ് ഓഫ്. ഫ്ലാഗ് ഓൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്ലാഗ് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലാഗ് പോകുന്നതായിരിക്കും. ഫ്ലാഗ് ഓൺ കൊടുത്തതിന് ശേഷം ഫ്ലാഗ് 1, 2, 3, 4 അങ്ങനെ എത്ര കൺട്രീസ് ഉണ്ടോ അത്രയും കൺട്രീസിൻ്റെ നമ്പർ വെച്ചിട്ട് നമുക്കൊരു കോഡ് കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്ത്യ ആണെങ്കിൽ ഫ്ലാഗ് 1, ഈ വേറെ കൺട്രി ആണെങ്കിൽ ഫ്ലാഗ് 2, ഫ്ലാഗ് 3, ഫ്ലാഗ് 4 അങ്ങനെ നമുക്ക് അടിക്കുമ്പോൾ ഓരോരോ ഫ്ലാഗ് വരും. അത് ആദ്യം ഫ്ലാഗ് ഓൺ ചെയ്ത് പിന്നെ എന്നിട്ട് 1, 2, 3 അങ്ങനെ അടിക്കണം. അങ്ങനെ അടിച്ചതിന് ശേഷം ഫ്ലാഗ് ഓഫ് കൊടുത്താൽ ഫ്ലാഗ് പോകുന്നതായിരിക്കും. അപ്പം അങ്ങനെയാണ് നമുക്കൊരു അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടിയേക്കുന്നത്. ഈ വരാൻ പോകുന്ന അപ്ഡേറ്റിലായിരിക്കും നമുക്ക് ഫ്ലാഗും കാര്യങ്ങളും കിട്ടാൻ പോകുന്നത്. അപ്പം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ ഫ്ലാഗും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ മാക്സിമം കമൻറ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. എത്രത്തോളം പേർക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അത്രത്തോളം പേർക്ക് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫ്ലാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കൺട്രിയുടെ ഫ്ലാഗും കാര്യങ്ങളാണ് കൊണ്ടുവരേണ്ടത് വെച്ചാൽ അതിൽ ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ഫ്ലാഗും കാര്യം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിനുവേണ്ടി മാക്സിമം കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഫ്ലാഗ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, ടി വിയുടെ ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ GTFIൻ്റെ കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങളുടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങളും കൂടെ കമൻറ്റ് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തിട്ട് അവരോടും കൂടെ ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറയേണ്ടതാണ്. അപ്പം അവരും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് കാര്യങ്ങളൊക്കെ കൂടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് കമൻറ്റ്സ് കാര്യങ്ങളും അപ്പോൾ ഡെവലപ്പറിനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇത്ര പേര് നമുക്ക് കമൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ മോശമാണെന്ന് നമുക്ക് ഡെവലപ്പറോട് പറയാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞാൽ മാക്സിമം എത്രത്തോളം പേർ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പേര് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് സാധനങ്ങൾ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും മാക്സിമം കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് നിങ്ങൾ. അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളുടെ ലീക്സും കാര്യങ്ങളും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നമ്മുടെ GTA 5ൻ്റെ മോഡ് കാര്യങ്ങൾ എന്തായാലും ഒരു പകുതി പോർഷനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെവലപ്പർ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് നമുക്കത് നോക്കാവുന്നതാണ്. കുറച്ച് ഹോപ്പും കാര്യങ്ങൾ കൊടുക്കാവുന്നതാണ്. ഈ അപ്ഡേറ്റിലേക്ക് നമുക്ക് GTA 5ൻ്റെ കുറച്ച് പോർഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഈ പോലീസ് ബൈക്കും കാര്യങ്ങളും വരത്തില്ല കേട്ടോ. ഈ പ്രാവശ്യം നമുക്ക് വരത്തില്ല. കാരണം എല്ലാവരോടും കമൻറ്റും കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞു. പക്ഷേ എല്ലാവരും കൂടുതൽ GTA 5 ആണ് കമൻറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ പോലീസ് ബൈക്കിൻ്റെ കമൻറ്റും കാര്യങ്ങളും കാണാത്ത നമുക്ക് ഈ പ്രാവശ്യം പോലീസ് ബൈക്കും കാര്യങ്ങളൊന്നും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് നമുക്ക് കുറച്ച് പ്രോപ്സും കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് വേറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് ഏതൊക്കെയാണ് നമുക്ക് അപ്ഡേറ്റിന് ശേഷം അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ഡെവലപ്പർ സസ്പെൻസ് ആക്കി വെച്ചേക്കുവാണ്. ഇതുവരെ നമ്മളോട് റിവീൽ ചെയ്തിട്ടില്ല എന്തൊക്കെയാണ് ഐറ്റംസ് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ എന്തായാലും അത് ഡെവലപ്പർ തന്നെ അത് ഫീച്ചറും കാര്യങ്ങളും എന്താണെന്നത് റിവീൽ ചെയ്യുമെന്ന് പറഞ്ഞേക്കുന്നത്. പുള്ളിക്കാരുടെ ചാനലിൽ തന്നെ അത് റിവീലും കാര്യങ്ങളും ചെയ്യത്തുള്ളതാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ആ ഒരു ഫീച്ചറും കാര്യങ്ങളും എന്താ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആഗ്രഹം കാണുമായിരിക്കും. എന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കതൊന്ന് അന്വേഷിക്കാവുന്നതാണ്. അന്വേഷിച്ച് തന്നെ നമ്മൾ വരുന്ന വീഡിയോസിൽ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് മന്തിൽ അപ്ഡേറ്റും കാര്യങ്ങളും